ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യവും മുടങ്ങിപ്പോവത്തില്ല. അതിന് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഒരു കാര്യത്തിന്, അതായത് ദൈവം യഥാർത്ഥത്തിൽ നമ്മൾ ഇടേണ്ട ഉടുപ്പ്, നമ്മൾ പോകേണ്ട വണ്ടി, നമ്മൾ ജീവിക്കേണ്ട സ്ഥലം, ഇതെല്ലാം കറക്റ്റായിട്ട് ദൈവം ക്രമീകരിച്ച് ദൈവം എല്ലാം നമുക്ക് കരച്ചിൽ വരുന്നത് പോലെ ദൈവം നമ്മളെ താങ്ങി നടത്തി സംരക്ഷിക്കുന്ന ഒരു വഴിയുണ്ട്. അതിന് ഈ അലച്ചിലുകൾ അവസാനിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടെന്നറിയാമോ? അതിന് കർത്താവ് പറഞ്ഞു, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കണം. അതെന്താ? നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദൈവരാജ്യവും ദൈവനീതിയും ദൈവം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, കൊന്തയൊല്ലണം, കൺവെൻഷന് വരണം, ഇതൊക്കെയാണ്. അതല്ലത്. എന്താണ് ദൈവരാജ്യം, എന്താണ് ദൈവനീതി? വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരില്ല. പ്രാർത്ഥിക്കണ്ട, ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്തിനാ? വിശുദ്ധിക്ക് വേണ്ടി, ആ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി, കുർബാനയുടെ അനുഭവം, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി. അല്ലാതെ വേറെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ വിശ്വസ്തനായൊരു ദൈവമുണ്ട്. ആ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിച്ചാൽ മതി. അപ്പൊ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവരാജ്യം, എന്താണ് ദൈവനീതി? മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അമേരിക്കയിൽ ഇവിടെ റോഡിന്റെ ഏത് വശത്താണ് വണ്ടി ഓടിക്കുന്നത്? ഇന്ത്യയിൽ റോഡിന്റെ ഏത് സൈഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ? ലെഫ്റ്റ്. അപ്പൊ ഇന്ത്യയിൽ ലെഫ്റ്റ് ആണ് റൈറ്റ്. ഇന്ത്യയിൽ ലെഫ്റ്റ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റിൽ ഓടിക്കുന്നതാണ് റൈറ്റ്. നമ്മൾ അമേരിക്കയിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റോഡിന്റെ ഇടതുവശത്തൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. എന്ത് സംഭവിക്കാൻ പറ്റി? എന്താ സംഭവിച്ചതെന്നറിയാൻ ബോധം കാണത്തില്ല. അതായത് ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ആശുപത്രിയാവും, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. റോഡിന്റെ ഇടതുവശത്തൂടെ. അപ്പൊ പോലീസ് പിടിച്ചപ്പോ അമേരിക്കൻ പോലീസ് പിടിച്ചിട്ട് ചോദിച്ചു, ഇനി എന്താ ഈ കാണിച്ചെന്ന് ചോദിച്ചു. റോഡിന്റെ ഇടത് റോങ് സൈഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, റോങ് സൈഡ് അല്ല, ഇൻ ഇന്ത്യ ലെഫ്റ്റ് ഈസ് റൈറ്റ്, ഇൻ ഇന്ത്യ ലെഫ്റ്റ് ഈസ് റൈറ്റ്. അപ്പൊ അമേരിക്കൻ പോലീസുകാരൻ എന്നോട് ഇങ്ങനെ മറുപടി പറയും, അത് ഇന്ത്യയില്, അമേരിക്കയില് റൈറ്റ് ഈസ് റൈറ്റ്. അപ്പൊ ഞാൻ പറയും, അതെന്തുകൊണ്ടാണ്? അപ്പൊ ഉടനെ അമേരിക്കൻ പോലീസ് ഇങ്ങനെ പറയും, ഇന്ത്യ വേറൊരു രാജ്യമാണ്, ആ രാജ്യത്തിന് വേറൊരു നിയമമാണ്. അമേരിക്ക വേറൊരു രാജ്യമാണ്, ആ രാജ്യത്തിന് വേറൊരു നിയമമാണ്. അപ്പൊ രാജ്യം മാറുന്നതിനനുസരിച്ച് നിയമം മാറും. ഈ രാജ്യത്തിലെ നിയമം ആ രാജ്യത്ത് ബാധകമാവണമെന്നില്ല. ഈ രാജ്യത്തിലെ നിയമവും കൊണ്ടുപോയാൽ ആ രാജ്യത്ത് ജയിലിൽ കിടക്കാൻ സാധ്യതയുണ്ട്. ഉപമയാണ്, ശരിക്കും മനസ്സിലാക്കണം. ഈ ലോകരാജ്യത്തിന്റെ നിയമമല്ല ദൈവരാജ്യത്തിന്റെ നിയമം, അത് വേറെയാണ്. കർത്താവ് പറയാണ്, ഈ രാജ്യത്തിന്റെ നിയമം വിട്ടിട്ട്, ഈ രാജ്യത്തിന്റെ നിയമമോ ഈ ലോകപ്രകാരമുള്ള ഒരു ജീവിതമോ വിട്ടിട്ട് ദൈവം പറഞ്ഞ നിയമം അനുസരിച്ചാൽ അതാണ് ദൈവനീതി. കണ്ടോ? രാജ്യവും നീതിയും സമം. രാജ്യവും